സഹോദരങ്ങളെ, നന്മയുടെ വെളിച്ചത്തിലേക്ക് വീശുന്ന ഈ ദൃശ്യാവിഷ്കാരം കാണാൻ ഞങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് കുംഭകർണൻ. ഇദ്ദേഹം ഉറക്കത്തിലാണ്, ലഹരി കീഴ്പ്പെടുത്തിയ ബോധമില്ലാത്ത ഉറക്കത്തിൽ. ലഹരിക്കടിപ്പെട്ട ബോധം കെട്ടുള്ള ഈ ഉറക്കം ലോകത്തെ എന്നേക്കുമായി നശിപ്പിക്കും. അരുത്, ഇനി ഇത് അനുവദിക്കാൻ പാടില്ല. കുംഭകർണ, ഉണരൂ, ഉണരൂ. സഹോദര, ഉണരൂ, ഉണരൂ സഹോദര, ഉണർന്നെഴുന്നേറ്റാലും. ആരാണ് എന്നെ ശല്യം ചെയ്യുന്നത്? അതിനുള്ള ധൈര്യം ആർക്കാണുള്ളത്? എന്നെ ഉണർത്തിയത് ആരായാലും അതിനുള്ള ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ. കുടുംബത്തിനോടും സമൂഹത്തിനോടും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മറന്നത് നീയല്ലേ? ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ അലസ ജീവിതം നയിച്ചത് നീയല്ലേ? അലസ ജീവിതം നയിക്കുന്നത് ഞാൻ. എന്നെ പോലെ സിന്തറ്റിക് ഡ്രഗ്സും മദ്യവും ഒക്കെ ഉപയോഗിക്കുന്നവർ വലിയ ഉത്സാഹശാലികളാണ്. ആരും ചെയ്യാത്തത് ഞങ്ങൾ ചെയ്യും, ആരും പറയാത്തത് ഞങ്ങൾ പറയും. പോലീസുകാരുമായി സംഘടനമുണ്ടാക്കും, അതിവേഗതയിൽ വാഹനം ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കും. സഹോദര, നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും നല്ലതല്ല. നിങ്ങളുടെ വഴികൾ തെറ്റുകളാകുന്ന മുള്ളുകൾ നിറഞ്ഞതാണ്. ഞാൻ നടക്കുന്ന ഏതു വഴിയിലും പൂക്കളാണ് ചൊരിയപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്റെ പുറകെ പുതിയ തലമുറയിലും പഴയ തലമുറയിലുമൊക്കെയുള്ളവർ കൂടെ വരുന്നത്. ജാതിയോ മതമോ പ്രായമോ ആൺ പെൺ വ്യത്യാസമോ ഇല്ലാതെ എല്ലാവരും എന്റെ പുറകെ വരുന്നത്. ഞാൻ നടക്കുന്ന വഴികളിൽ ചൊരിയുന്നത് പൂക്കളാണ്. പക്ഷെ അത് കഷ്ടപ്പാടുകളുടെയും കലഹത്തിന്റെയും കലാപങ്ങളുടെയും ദുർഗന്ധം വമിക്കുന്ന പൂക്കളാണ് സഹോദര. സന്തോഷത്തിന്റെ സുഗന്ധവും മധുരവും ആസ്വദിക്കാൻ ശ്രമിക്കൂ. ലഹരിക്കടിമയായവരെ പോലെ സന്തോഷം അനുഭവിക്കുന്നവർ ആരുണ്ട് ഈ ലോകത്ത്? അതുകൊണ്ടല്ലേ ഇത്രയും ഉച്ചത്തിലും ഉണർവിലും എനിക്ക് ജീവിക്കാനാകുന്നത്. ഇത് ചിരിയല്ല സഹോദര, അട്ടഹാസമാണ്. സ്നേഹം നിറഞ്ഞൊഴുകേണ്ട കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന അട്ടഹാസം. ഏത് ആപത്ഘട്ടത്തിലും കൂടെ നിൽക്കേണ്ട സൗഹൃദ ബന്ധങ്ങൾ നശിപ്പിക്കുന്ന അട്ടഹാസം. ഞാൻ ഒരു ബന്ധങ്ങളെയും മാനിക്കുന്നില്ല. ഞാൻ മാനിക്കുന്നത് ലഹരി വസ്തുക്കളെയും അത് വാങ്ങാനാകുന്ന പണത്തെയുമാണ്. ഈ പണം കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. മാതാപിതാക്കളോ സഹോദരങ്ങളോ മക്കളോ ജീവിത പങ്കാളിയോ ആരുമാകട്ടെ, ആരെയും ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് വേണ്ടത് പണമാണ്, എനിക്ക് വേണ്ടത് ലഹരിയാണ്. സഹോദര, നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതം അധികകാലം തുടരാനാകില്ല. ലഹരി വസ്തുക്കളുടെ നിരന്തരമായ ഉപയോഗം കാരണം മാരകമായ ഏതെങ്കിലും രോഗത്തിന് നീ അടിമപ്പെടും. ആരോഗ്യം നശിക്കും. ഇപ്പോഴുള്ള ആവേശമെല്ലാം കെട്ടടങ്ങും. അന്ന് താങ്കളെ സഹായിക്കാൻ ആരുണ്ടാകും? താങ്കളെ സ്നേഹിക്കാൻ ആരുണ്ടാകും? എനിക്കൊന്നും കേൾക്കണ്ട സഹോദരി, നിങ്ങൾ പോകൂ. സഹോദര, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. പൊന്നുപോലെ വളർത്തിയ മാതാപിതാക്കളെയും മറ്റു ബന്ധുക്കളെയും നശിപ്പിച്ച സൗഹൃദ ബന്ധങ്ങൾ ഇല്ലാതാക്കിയാൽ നിനക്ക് ആരുണ്ടാകും? പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഭാവിയെ നശിപ്പിച്ചാൽ പിന്നെ നിനക്ക് ജീവിതത്തിൽ എങ്ങനെ ഉയരാനാകും? കൂടെ പഠിച്ചവരും ഒപ്പം വളർന്നവരും വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ നീ ആർക്കും വേണ്ടാത്തവനായി തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന ഒരു നാളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ.
സഹോദരി, നിർത്തു. എനിക്ക് എനിക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണോ? എനിക്ക് മാറണം. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം ഞാൻ മാത്രമല്ല, ഈ സമൂഹത്തിനും പങ്കുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, എന്റെ അധ്യാപകർക്ക് പങ്കുണ്ട്, നാട്ടുകാർക്കുണ്ട്, സഹപാഠികൾക്കുണ്ട്. അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. എന്റെ ഓരോ കുറവുകളും ചൂണ്ടിക്കാട്ടി അവർ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. അതിൽ നിന്നെല്ലാം കൂടി രക്ഷപ്പെടാനും വേണ്ടിയാ ഞാൻ ഈ ലഹരിക്ക് അടിമപ്പെട്ടത്. ഞാൻ ഇങ്ങനെ അലസ ജീവിതം നയിക്കുന്നത്. ഞാൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയത്. സഹോദരൻ, എന്തായാലും നിന്റെ ഈ തിരിച്ചറിവ് നല്ല ലക്ഷണമാണ്. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഈ നിമിഷം മുതൽ നിനക്ക് നന്മകൾ ഉണ്ടായി തുടങ്ങും. എനിക്ക് നല്ലൊരു മനുഷ്യനായി ജീവിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയൂ സഹോദരി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോശമായ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നേക്കുമായി അവസാനിപ്പിക്കണം. ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ മനസ്സിനെ കരുത്തുറ്റതാക്കണം. മനസ്സിനെ കരുത്തുറ്റതാക്കാൻ എനിക്ക് കഴിയുമോ? കഴിയും. മനസ്സിനെ കരുത്തുറ്റതാക്കാനും അതിനെ നിലനിർത്താനും ഉള്ളിൽ കരുണയും സഹജീവി സ്നേഹവും ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയാനും നിനക്ക് കഴിയും. അതിന് സഹായിക്കുന്ന ക്ലാസുകൾ ബ്രഹ്മകുമാരി സെന്ററുകൾ നൽകുന്നുണ്ട്. കൂടുതൽ അറിയാൻ ബ്രഹ്മകുമാരി സെന്ററുകളുമായി കോൺടാക്ട് ചെയ്യുക. നന്ദി സഹോദരി, നന്ദി. എന്റെ കണ്ണുകളിൽ പ്രകാശം നിറച്ചതിന് 1000 നന്ദി. ധന്യവാദം.